ഹായ് ഫ്രണ്ട്സ്, ഡൽഹി ഗവൺമെന്റിലെ ഏറ്റവും പ്രഗത്ഭയായ മന്ത്രി അതിഷി എന്ന വനിത മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുമ്പോൾ BJP ഗവൺമെന്റ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. കാരണം ഇങ്ങനെയൊരു പ്രതികരണം അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവുകയില്ല. നമുക്കറിയാം, നമ്മൾ കണ്ടുവരുന്ന രീതി അനുസരിച്ച് കേജ്രിവാൾ മാറി നിൽക്കുന്നു, തന്റെ ഏറ്റവും വിശ്വസ്തൻ അല്ലെങ്കിൽ ഭാര്യയെ തന്നെ ചുമതല ഏൽപ്പിക്കുന്നു, കുറച്ച് കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വരുന്നു, അധികാര കൈമാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും. അവയൊക്കെയാണ് നമ്മൾ സാധാരണയായി കാണാറുള്ളത്. അവയ്ക്ക് തികച്ചും വ്യത്യസ്തമായി തന്റെ മന്ത്രിസഭയിലെ ഏറ്റവും പ്രഗത്ഭയായ മന്ത്രിയെ തന്നെ ആ സ്ഥാനം ഏൽപ്പിക്കുമ്പോൾ കേജ്രിവാളിന് ഒരു ലക്ഷ്യമുണ്ട്: BJPയെ നേരിട്ട് തന്നെ നേരിടുക. ഡൽഹി ഇലക്ഷന് ഇനി 6 മാസം മാത്രം ബാക്കി. അപ്പോ BJPയോട് നേരിട്ട് ഏറ്റുമുട്ടുവാനുള്ള ഒരു തയ്യാറെടുക്കലാണ് ഈ മാറി നിൽക്കലെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ BJPക്ക് ഭയമുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ തന്നെ അതിഷിക്കെതിരെയും മനീഷ് സിസോദിയക്കെതിരെയും പല പല ആരോപണങ്ങളുമായി BJP രംഗത്തെത്തിക്കഴിഞ്ഞു. ഏതാണെങ്കിലും ഈ ഭയപ്പാട് BJPക്ക് മാത്രമല്ല, കോൺഗ്രസിനുമുണ്ട്. അതുകൊണ്ടാണ് കോൺഗ്രസ് പരമാവധി AAP അകറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഡൽഹി ഒരുപക്ഷെ AAPക്ക് പകരം കോൺഗ്രസ് ആയിരുന്നെങ്കിൽ ഇതിനോടകം കോൺഗ്രസ് 4 കഷ്ണങ്ങളായേനെ. ആരെങ്കിലുമൊക്കെ BJPയുടെ കൂടെ കൂടിയേനെ. BJP മന്ത്രിസഭ അധികാരത്തിൽ ഏറിയേനെ. എന്തൊക്കെ പറഞ്ഞാലും AAPയുടെ ഫൈറ്റിംഗ് സ്പിരിറ്റ് അംഗീകരിക്കുക തന്നെ വേണം. നമുക്കറിയാം, ഒട്ടുമുക്കാലും എല്ലാ സംസ്ഥാന ഗവൺമെൻറ്റുകളും കേരളം ഉൾപ്പെടെ കേന്ദ്ര ഗവൺമെൻറ്റുമായി ധാരണയിൽ പോകാൻ, അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകാൻ താല്പര്യപ്പെടുമ്പോൾ BJP ഗവൺമെൻറ്റുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന 2 സംസ്ഥാനങ്ങളേ ഉള്ളൂ. അത് മമതാ ബാനർജിയും അരവിന്ദ് കേജ്രിവാളുമാണ്. അതാണ് കേജ്രിവാളിനെ വ്യത്യസ്തനാക്കുന്നത്. അതാണ് BJP ഭയപ്പെടുന്നത്. BJP അധികാരത്തിൽ വരുന്നത് തന്നെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കുടുംബവാഴ്ചയാണ്, ജനാധിപത്യമല്ല. ആ ആശയം നന്നായി തന്നെ മാർക്കറ്റ് ചെയ്യാൻ അഥവാ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവർ വിജയിച്ചു. അതിനെ പ്രതിരോധിക്കുവാൻ കോൺഗ്രസിന് കഴിഞ്ഞതുമില്ല. പിന്നെ അതോടൊപ്പം ഹിന്ദുത്വവും ജാതിയും എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞപ്പോൾ അധികാരം നിലനിർത്തുവാനുമായി. പകരം ഒരു ബദൽ രൂപീകരിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞതുമില്ല. ശിഥിലമായ പ്രതിപക്ഷമാണ് BJPയുടെ വിജയം. ഇന്ത്യ മുന്നണി ഉണ്ടാക്കി, പക്ഷേ ശക്തമായ മുന്നണിയാണോ? അല്ലേ അല്ല. ഹരിയാന ഇലക്ഷനിലേക്ക് നോക്ക്, 90 വെറും 10 സീറ്റാണ് ചോദിച്ചത്. AAP കൊടുത്തില്ല. 2 or 3 നിയമസഭാ സീറ്റിന്റെ പേരിൽ അവർ തമ്മിൽ തല്ലി. ഇതാണ് പ്രശ്നം. ഒരു മുന്നണിയിലെ ഘടകകക്ഷികളെ ഒന്നിച്ചു നിർത്തുവാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. എന്ന് പറഞ്ഞാൽ BJPക്ക് ഒരു ബദലാകുവാൻ ഇതുവരെ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. അത് തന്നെയാണ് പ്രധാന പരാജയവും. BJPയുടെ വിജയവും ഇതുകൊണ്ട് തന്നെ. ഏതാണെങ്കിലും അതിഷി എന്ന് പറയുന്നത് ഒരു പുതിയ തുടക്കമാണ്. നന്നായിരിക്കട്ടെ. എല്ലാവിധ ആശംസകളും.